ഹബീബായ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, ആയിഷ നീ അനുമാനം തരികയാണെങ്കിൽ ഈ രാത്രി സമയത്ത് ഞാൻ എന്റെ റബ്ബിന്റെ മുമ്പിൽ 2 റക്അത്ത് നിസ്കരിക്കാം, എനിക്ക് അനുമാനം തരുമോ ആയിഷ? റളിയല്ലാഹു തആല ആയിഷ ബീവി പറയാ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പ്രവാചകൻ എന്ന ഭർത്താവിനെ പഠിക്കണമെങ്കിൽ പാതിരാ സമയത്ത് തന്റെ പടച്ചറപ്പിന്റെ മുമ്പിൽ 2 റക്അത്ത് നമസ്കാരം നിർവഹിക്കുക, തന്റെ ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാര്യയോട് അനുവാദം കാണിച്ചു കൊടുത്ത, അനുവാദം ചോദിച്ചിട്ട് യഥാർത്ഥ ഭർത്താവിന്റെ ഗുണമേതെന്ന് ലോകത്തോട് പഠിപ്പിച്ചു കൊടുത്ത, രാത്രി സമയം നിന്റെ ഭാര്യക്ക് അവകാശപ്പെട്ടതാണ്, ഭാര്യക്ക് അവകാശപ്പെട്ട സമയത്ത് അള്ളാഹുവിന് ഇമാറത്ത് ചെയ്യാൻ പോകുമ്പോ അത് ഭാര്യയോട് നീ ഒന്ന് പറയണേ എന്ന് ലോകത്തോട് പറഞ്ഞു കൊടുത്ത, ഒരു നിമിഷത്തെ വാക്ക് പോലും ലോകാവസാനം വരുന്ന അനുയായികൾക്ക് ജീവിതത്തിന്റെ സന്ദേശമാക്കി മാറ്റിയ വെറുതെയല്ല നാരായണ ഗുരു പ്രവാചകനെ കുറിച്ച് പറഞ്ഞത്. ഈ പ്രവാചകനെ ഞാൻ എങ്ങനെയാണ് വിവരിച്ചു തരിക? പ്രവാചകനെ പറയാൻ നമുക്ക് കഴിയില്ലല്ലോ, നമ്മുടെ വിഷയം അതുമല്ലല്ലോ. അതുകൊണ്ടാണ് നാരായണ ഗുരു പറഞ്ഞത്, ഏത് പ്രവാചകനാണ് പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തുരത്തമോ? ഈ പ്രവാചകനെ ഞാൻ ഏത് വാക്കുകൊണ്ടാണ് വിശേഷിപ്പിക്കേണ്ടത്? ഇത് ലോകത്തിന്റെ പ്രവാചകനാണ്, ഇത് ആശയത്തിന്റെ പ്രവാചകനാണ്, ഇത് ജീവിതം തന്നെ ഒരു തപസ്യയാക്കി മാറ്റിയ, സമസ്യകളുടെ മുന്നിൽ ഒരു തപസ്യയാക്കി മാറ്റിയ ലോകത്തിന്റെ പ്രവാചകനാണ്. ഇത് ലോകത്തിന്റെ മുത്താണ്, ഇത് പുരുഷന്റെ സൗന്ദര്യമാണ്, ഇത് ദൈവത്തിന്റെ അവതാരമാണ്. പറയാൻ വാക്കുകളില്ല സഹോദര, പറയാൻ എങ്ങനെയാണ് എനിക്ക് കഴിയുക? ശുജായി ചോദിച്ചതുപോലെ മദന മനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ? മദന മനമുടി അഴകും നബിയുടെ മധുഹുമുര ചെയ്തു മുടിയുമോ? ഈ പ്രവാചകന്റെ മധു പറയാൻ എന്റെ നാവിന് കഴിയുമോ? ദിൽമേ സബാ തുമാരേ ലിയേ, നിങ്ങളെ കുറിച്ച് പറയാനാണ് പ്രവാചകരെ എനിക്ക് അല്ലാഹു എന്റെ നാവിനെ തന്നത്. പക്ഷേ അല്ലാഹു തന്ന നാവ് കൊണ്ട് അങ്ങേ പറയാൻ എന്റെ നാവിന് കഴിയില്ലല്ലോ. തന്റെ പാതിരാ സമയത്ത് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ പോകുമ്പോ തന്റെ ഭാര്യയോട് അനുവാദം ചോദിച്ചിട്ട് ഒരു യഥാർത്ഥ ഭർത്താവാരെന്ന് പഠിപ്പിച്ചു കൊടുത്തു ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ആയിഷ ബീവി നബിയേ, അങ്ങയും അങ്ങയുടെ റബ്ബും തമ്മിലുള്ള ബന്ധത്തിന്റെ ഇടയിൽ ആയിഷ എന്തിനെ തടസ്സമാകണം നബിയേ? പോയിക്കൊള്ളുക. ആയിഷ റളിയല്ലാഹു തആല വിവരിക്കുകയാ, എന്നോട് യാത്ര ചോദിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് വാതിൽ തുറന്ന് മസ്ജിദുൻ നബവിയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഒരേ ഭിത്തി ചേർന്നിരിക്കുന്ന വീടും പള്ളിയുമാണ്. അവിടെ നിന്ന് നേരെ വീട്ടിലിരുന്നാല് പള്ളിയിലെ ശബ്ദം കേൾക്കാം, പള്ളിയിലിരുന്നാല് വീട്ടിലെ ശബ്ദം കേൾക്കാം. ഒരു മറക്കുള്ളിൽ അതിർത്തികൾ നിർണയിച്ച മസ്ജിദുൻ നബവിയുടെയും ബൈത്തു ആയിഷയുടെയും ഇടയിൽ ഹബീബായ നബി തങ്ങൾ നേരെ പോയി പാതിരാ സമയത്ത് ഒളു കൊടുത്തു. എന്നിട്ട് അല്ലാഹുവിന്റെ മുമ്പ് മദീനയുടെ മണൽത്തരികളല്ല, മദീനയുടെ ഈത്തപ്പഴം മരങ്ങൾ പോലും ഉറക്കം തൂങ്ങിക്കിടക്കുന്ന നിശബ്ദമായ രാത്രിയിൽ ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൈകെട്ടിയിട്ട് ആദ്യത്തെ റക്അത്ത് നിസ്കരിച്ചു. ആദ്യത്തെ റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ബഖറ പാരായണം ചെയ്തു. രണ്ടാമത്തെ റക്അത്തിൽ സൂറത്ത് ആല ഇംറാൻ മുഴുവനായി പാരായണം ചെയ്തു. ഏതാണ്ട് 3.5 ജുസോളം 2 റക്അത്തിൽ ദീർഘമായ പാരായണം ചെയ്തു. അവസാന ഹബീബായ നബി തങ്ങൾ അവിടെ 2 റക്അത്ത് നമസ്കരിക്കുകയാ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഈ പാരായണം ചെയ്തിട്ട് റുക്കൂയിൽ പോകുമ്പോ റുക്കൂയിൽ നിന്ന് മുത്തുനബി കരഞ്ഞു, ഇഅ്തിദാലിലും കരഞ്ഞു, സുജൂദിലും കരഞ്ഞു. ആ സുജൂദിൽ കിടന്ന് പ്രവാചകൻ കരയുമ്പോ ചുറ്റുമെടുത്ത് കിടക്കുന്ന ചീനച്ചട്ടിയിലേക്ക് പച്ചവെള്ളം ഒഴിച്ചാൽ ഏത് ശബ്ദമുണ്ടാകുമോ അതേ ശബ്ദം പ്രവാചകന്റെ ഹൃദയത്തിൽ നിന്ന് കേൾക്കുന്ന രീതിയിൽ ഹബീബായ നബി തങ്ങളുടെ നിസ്കാരത്തിന്റെ സുജൂദിൽ കിടന്ന് പൊട്ടി പൊട്ടി കരയാ. എന്റെ സഹോദരങ്ങളല്ലാണ്ട് റസൂലിനെ ഇത്ര ഭയചകിതമായി കരയിപ്പിച്ച വസ്തുത ഏതാ? 2 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്നെയും 2 റക്അത്ത് നിസ്കരിച്ചു, പിന്നെയും 2 റക്അത്ത് നമസ്കരിച്ചു. ഓരോ നിസ്കാരം കഴിഞ്ഞിട്ടും അല്ലാഹുവിന്റെ മുമ്പിൽ കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി കരഞ്ഞു കരഞ്ഞ് രാത്രിയുടെ യാമങ്ങൾ ഓരോന്നോരോന്നായി കടന്നു പോകവേ
നിസ്കാരവും കരച്ചിലുമായി അല്ലാഹുവിന്റെ റസൂലിന്റെ അന്നത്തെ രാത്രി പകലിനോടെടുക്കുമ്പോ അതാ കിഴക്കിന് അരുണിമയുടെ പ്രഭാത പൊട്ടിവിടരുന്ന പ്രഭാതത്തിന്റെ വരവറിയിച്ചുകൊണ്ട് മസ്ജിദുൻ നബവിയിൽ വാങ്ങി വിളിക്കാൻ ആദരവായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല കടന്നു വന്നു. മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു തആല പള്ളിയുടെ മുറ്റത്തെത്തുമ്പോഴേ ഒരു വല്ലാത്ത കരച്ചിൽ കേൾക്കാം. ആരാണ് പാതിരാ സമയത്തിരുന്ന് കരയുന്നതെന്നറിയാൻ ബിലാൽ റളിയല്ലാഹു തആല പള്ളിയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ച തന്റെ കാൽമുട്ടുകൾക്കിടയിലേക്ക് മുഖം പൂത്തി വെച്ചിട്ട് ലോകത്തിന്റെ തിരുദൂതരിയെ കരയുകയാണ് നിയന്ത്രണമില്ലാതെ. ഇത് കണ്ട് കൽബ് പടുത്തുകൊണ്ട് ബിലാൽ റളിയല്ലാഹു തആല ചോദിച്ചു അത്രേ, അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് മല്ലദീ യബ്കാക യാ റസൂലല്ലാഹ്. എന്റെ മാതാവിനേക്കാളും എന്റെ പിതാവിനേക്കാളും എന്റെ ഹൃദയത്തെയും എന്റെ ജീവിതത്തെയും സമർപ്പിച്ചു തന്ന എന്റെ സ്നേഹത്തിന്റെ ബാധനമായ എന്റെ കരളിന്റെ കസനമായ എന്റെ ജീവിതത്തിന്റെ തുടിപ്പായ മുത്തേ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. മല്ലദീ യബ്കാക യാ റസൂലല്ലാഹ്, എന്തിനാണ് നബിയേ ഇவ்விதം കരയുന്നതെന്ന് ചോദിച്ചപ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആലാന്റെ വാക്ക് കേട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ മുഖം പൊത്തി നോക്കുമ്പോ തന്റെ മുമ്പിൽ നിൽക്കുന്നത് ബിലാലാ. ആരുടെ ബിലാലാ? എപ്പോഴും ആളുകളുടെ മുമ്പിൽ ആ കറുത്തവനത്തിന്റെ റിസാലത്തിന്റെ ശരീരത്തോട് കെട്ടിപ്പിടിച്ചിട്ട് സഹാബാ ഇതാരെന്നറിയോ? ഇതെന്റെ സഹോദരന് ബിലാലാ, ഇതെന്റെ ബിലാലാ, ഇതെന്റെ സഹോദരന് ബിലാലാ. തൊലിക്ക് നിറം നൽകുന്ന മെലനിൻ എന്ന രാസവസ്തു കുറഞ്ഞതിന്റെ പേരിൽ ഖുറൈശികളുടെ അടുക്കളപ്പുറത്തിൽ അടിച്ചമർത്തപ്പെട്ട ലോകത്ത് മുഴുവനും പരിഹാസത്തിന്റെ കൂരമ്പകളേറ്റ് ജീവിതത്തിന് പരീക്ഷണത്തിന്റെ കനൽപഥങ്ങളിലൂടെ നടന്നുപോയ ബിലാലിനെ ചേർത്ത് പിടിച്ചിട്ട് എല്ലാവരുടെയും മുമ്പിൽ അഭിമാനത്തോട് ഇതെന്റെ സഹോദരന് ബിലാലാ, ഇതെന്റെ കരളിന്റെ കശനമായ ബിലാലാ എന്ന് പലപ്പോഴും പറഞ്ഞ് താനേറ്റവും സ്നേഹിക്കുന്ന ബിലാൽ റളിയല്ലാഹു തആല ഇവനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ മുഖമുയർത്തിയിട്ട് ചോദിച്ചു, ബിലാലേ എങ്ങനെയാ കരയാതിരിക്കുന്നത്? ബിലാലേ എങ്ങനെയാണ് കരയാതിരിക്കുന്നത്? ബിലാലേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ ദീനരോധനത്തിന്റെ ഭിന്നാപുറത്തിന്റെ കഥ പറയുമ്പോ ഇവിടെ ചെറുപട്ടൂരിനെ കേൾക്കാനത്തിന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് അല്ലാഹുവിന്റെ റസൂൽ കരയാനുള്ള കാരണമേതാ? കരച്ചിട്ട് തന്നെ മകൻ നഷ്ടപ്പെട്ടപ്പോഴും ഇതുപോലെ കരഞ്ഞിട്ടില്ല. തന്റെ പൊന്നുമോൻ ഇബ്രാഹിം മരണപ്പെട്ടപ്പോ പൊന്നുമോനെ ഇബ്രാഹിമേ, പൊന്നുമോൻ ഇബ്രാഹിമിന്റെ മയ്യത്തെടുത്ത് തന്റെ കയ്യിൽ പിടിച്ചിട്ട് ഇബ്രാഹിമേ, നിന്റെ വേർപാടിന് വാപ്പയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോഴും പൊന്നുമോന്റെ മയ്യത്ത് കബറടക്കിയിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിന്റെ മുകളിൽ കയറിയിട്ട് സങ്കടമടക്കാൻ കഴിയാതെ സഹാബത്തിനോട് വാദ പറയുമ്പോ സഹാബാ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വല്ലൈനു തദ്മഉ വൽ ഖൽബു യഹ്സുനു, കൽബിലെ വിഷമം തീർന്നിട്ടില്ല. വല്ലൈനു തദ്മഉ, കബളിലെ കണ്ണുനീർ തോന്നിട്ടില്ല. പക്ഷേ കൽബിലെ വിഷമം തീർന്നില്ലെങ്കിലും കണ്ണിലെ കണ്ണുനീര് തോന്നില്ലെങ്കിലും ലാ ഖൂലു ഇല്ലാ യുർദിർ റബ്ബു, എന്റെ റബ്ബിന് ഇഷ്ടപ്പെടാത്തൊരു വാക്ക് മുഹമ്മദ് പറയില്ലെന്ന് പറഞ്ഞ് മകൻ മരണപ്പെട്ടപ്പോ ആ മകനെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയ ദിവസം പോലും ആത്മസംയമനത്തിന്റെ പ്രതീകം കാണിച്ചു കൊടുത്ത മുത്തു റസൂൽ അന്നത്തെ ദിവസം പോലും ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞിട്ടില്ല മുഅ്മിനേ. പിന്നെന്തോ തിട്ടാണ് ഹബീബായ നബി തങ്ങൾ അന്നത്തെ രാത്രിയിൽ കരഞ്ഞത്? ഇവിടെയാണ് ചിന്തിക്കുന്നവർക്ക് ദിട്ടാന്തമുണ്ട്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ബിലാലേ എങ്ങനെയാ ഞാൻ കരയാതിരിക്കുക? ഇന്നലെ രാത്രി ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷയുടെ അടുത്ത് കിടക്കുമ്പോ അതിരാത്രിയായ സമയത്ത് ലോകം മുഴുവനും ഉറങ്ങിക്കിടക്കുമ്പോ ഗഗനലോകത്ത് നിന്ന് ദിവ്യബോധനത്തിന്റെ വെളിപാടുമായി ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നു. അല്ലാഹു
ഇന്നലെ രാത്രി കടപ്പുറയിൽ കിടക്കും എനിക്ക് ഖുർആന്റെ ആയത്തിറക്കി തന്നു. ഏതായത്താ ഇറക്കി തന്നതെന്നറിയോ? ജിബ്രീൽ വന്നിട്ട് എന്നോട് പറയാ, ഈ തപ്പന മരത്തിന്റെ ഓല വിരിച്ചിട്ട് മണൽത്തരിയുടെ മുകളിൽ കിടന്ന് എന്നോട് രാത്രി ഖുർആന്റെ ആയത്തിറങ്ങി. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൻ ലിഉലിൽ അൽബാബ് الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഈ ആയത്തിന്മേൽ എനിക്ക് ഇറങ്ങി ബിലാല്. ഇത് കേട്ടപ്പോ എനിക്ക് പിന്നെ കടപ്പുറയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. ഞാൻ ഇവിടെ വന്നിട്ട് അള്ളാന്റെ മുമ്പിൽ പേടിച്ച് കരയാണ് ബിലാൽ. പാതിരാത്രി ഭാര്യയുടെ ചാരത്ത് കിടക്കുന്ന മുത്തു മുസ്തഫാനെ പള്ളിയിൽ കൊണ്ടുവന്ന് പൊട്ടിക്കരയിപ്പിച്ചിട്ട് രാത്രി മുഴുവനെ നിസ്കരിക്കാൻ പ്രേരിപ്പിച്ച ആയത്തിന്റെ അർത്ഥമേതെന്നറിയോ? ആ ആയത്താണ് നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം. ഇത് വെറുതെ ഒരു ഗൗരവതരമായ ആയത്താണിത്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. ഈ ആയത്തിന്റെ അർത്ഥം നന്നായിട്ട് മനസ്സിലാക്കണേ. ഇത് കേട്ടിട്ടാണ് മുത്തു റസൂൽ ഫരിശ്തേ കിദം റസൂലേ ഉമം ഗുലാമേ കറം നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കബൽ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങുന്ന രീതിയിൽ പ്രവാചകന്റെ മനസ്സിനെ പരിഭ്രാന്തിയിൽപ്പെടുത്തിയ ആയത്തിന്റെ അർത്ഥം ഇതാണ്, വേറൊന്നുമില്ല. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലുണ്ട്. രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. എന്താ ആയത്തിന്റെ അർത്ഥം? കടപെടാന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാൻ നിങ്ങൾ മനസ്സിലാവണുണ്ടോ? കഴിഞ്ഞ വർഷം ഉസ്താദിന് പനിയായിരുന്നു, എനിക്കിത് വേണ്ടല്ലോ, തുടക്കണം വരെ തീരണം വരെ എങ്ങനെയാണ് പരാതി തീരാ. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. ചെറുപ്പക്കാരെ ചിന്തിച്ചോളീൻ, ആകാശഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ, രാപകലുകളുടെ വ്യതിയാനങ്ങളിലുണ്ട്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇതാണ് നമ്മുടെ വിഷയത്തിന്റെ പേര്. ഒരായത്തിന്റെ അവസാന ഭാഗത്തെ അർത്ഥമാണ് നമ്മുടെ ആയത്തിന്റെ പേര്. ലആയാതിൻ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹു നമുക്ക് ദൃഷ്ടാന്തം തരട്ടെ. ആമീൻ പറ മനുഷ്യന്മാരെ. ഈ ആയത്ത് കേട്ടിട്ടാണ് നബിതങ്ങൾ കുറക്കം നെട്ടപ്പെട്ടത്. ആയിഷ ബീവി പറഞ്ഞു, ഇതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതം. ഏറ്റവും വലിയ അത്ഭുതം നടത്തിയ ആയത്താണ് നമ്മൾ ഇന്ന് പഠിക്കുക. ബാക്കി ഇവിടെ വന്ന് 2 മണിക്കൂർ വാദു പറഞ്ഞിട്ട് എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിലെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ആയത്ത് പഠിച്ചു എന്ന് നിങ്ങൾ പറയണം. ബാക്കിയുള്ളതൊന്നും നമുക്ക് വിഷയമല്ല. കുറുക്കന്റെ ഓരിയിടലല്ല, ഉയിരിന്റെ സംഗീതമാണ് നമുക്ക് ഇഷ്ടം. കുറുക്കന്റെ ഓരിയിടലിനേക്കാൾ അഭികാമ്യം കുയിലിന്റെ സംഗീതമാണ്. അപ്പൊ അതാണ് നമുക്ക് ആഗ്രഹം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഈ ആയത്താണ് ഞാനെന്ന് പറയാൻ പോകുന്നത്. ചിന്തിക്കുക. അള്ളാഹു നമുക്ക് തന്നത് ചിന്തിക്കാനാണ്. അഫലാ തഅഖിലൂൻ അഫലാ തുബ്സിറൂൻ അഫലാ തസ്മഊൻ അഫലാ തഅലമൂൻ. നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ലേ? നിങ്ങൾ ഇതൊന്നും അറിയുന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കുന്നത് നമ്മളോടാണ്. അള്ളാഹു ചോദിക്കുന്നത് നമ്മളോടാണ്, അല്ലാതെ NDA ഗവൺമെന്റിനോടല്ല അള്ളാഹു ചോദിക്കുന്നത്, നമ്മളോടാണ്. അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആരാ ചിന്തിക്കുന്നവർ? ബുദ്ധിമാന്മാരാരാ? ആയാത്തിൽ ഉലിൽ അൽബാബ്. ലുബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അതിബുദ്ധിമാൻ. ആരാ ലുബ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ?
അതിബുദ്ധിമാൻ, അതിബുദ്ധിമതി. ഏറ്റവും ഈ വന്ന സദസ്സിലെ ഏറ്റവും ബുദ്ധിമതിയായ ഏറ്റവും ബുദ്ധിമതി. ഈ അടുത്ത സമയത്ത് ഒരു പെണ്ണ് മഹാബുദ്ധി കാണും. ഈ പെണ്ണിന്റെ ഒക്കെ ചിന്ത ഒരാണിന് തോന്നൂല. ഒരു പെണ്ണ് അവക്ക് 50 കാമുകൻ. എത്ര കാമുകൻ? 50. മലക്കളുടെ എണ്ണമല്ല, കാമുകന്റെ എണ്ണം 50 കാമുകന്മാരെയും ഈ പെണ്ണ് പരിചയപ്പെട്ടപ്പോ അവരോടൊക്കെ പറഞ്ഞു, എനിക്ക് ഓരോ ഗിഫ്റ്റ് തരണം. എല്ലാം ഗൾഫുകാരുണ്ട്, സ്വദേശികളുണ്ട്, വിദേശികളുണ്ട്, മലയാളിയുണ്ട്, തമിഴനുണ്ട്, എല്ലാം ഉണ്ട്. ഇക്കാര്യത്തിൽ പിന്നെ ജാതി മത വ്യത്യാസവും ഇന്റർസ്റ്റേറ്റും ഒന്നുമില്ലല്ലോ. ഓരോരുത്തരോടും പറഞ്ഞു, എനിക്ക് ഗിഫ്റ്റ് തരുന്നത് ഒരു ഐഫോൺ ആയിരിക്കണം, ഐഫോൺ 6. മാർക്കറ്റിൽ ഏതാണ്ട് ഒരു 50,000-നും 60,000-നും ഇടയിൽ വിലയുണ്ട്. ഇല്ലേ? ഇത്തരം വിലയില്ല? ഉണ്ട്. ഈ 50 പേരും ഈ പെണ്ണ് അവരെ വശീകരിച്ച് 50 പേരുടെ കയ്യിലും ഓരോ ഐഫോൺ അവള് ഗിഫ്റ്റായി വാങ്ങിച്ചു. ഇവള് ബുദ്ധിമതി എന്ത് ചെയ്തറിയോ? ഇത് വിറ്റിട്ട് ഈ 50 പേരുടെ കയ്യിൽ നിന്ന് ഓരോ ഐഫോൺ വെച്ച് മേടിച്ചിട്ട് അവള് സുന്ദരമായൊരു വീട് പണിതു. മിനിമം ഒരു 50,000 വെച്ച് കിട്ടിയാൽ 25 ലക്ഷം രൂപയുടെ ഒരു വീട്. അവള് ലോണില്ല, കടമില്ല, ബുദ്ധിമുട്ടില്ല, ഒന്നുമില്ല. അവള് പണിതു. പിന്നെയാണ് ഈ തട്ടിപ്പ് വിളഞ്ഞിട്ടായത്. അപ്പൊ ആ പെണ്ണ് അത്ര ബുദ്ധിമതിയാണ്. നമ്മളാണ് ഒരു വീട് വെക്കാൻ നേരത്തെ ലോൺ കിട്ടുമോ നോക്കും, പഞ്ചായത്തിൽ നിന്ന് കിട്ടുമോ നോക്കും, ഭവന പദ്ധതി കിട്ടുമോ നോക്കും. അവൾ 50 പേരെ നമ്പർ ഒപ്പിച്ചു. 50 ആരും ചെയ്തു കളയല്ലേ, അറിഞ്ഞോളാൻ. ഫേസ്ബുക്കിൽ അതിന് കൊടുത്തിരിക്കുന്ന, മീഡിയ കൊടുത്തിരിക്കുന്ന കവറേജ് തന്നെ എന്തൊരു ബുദ്ധി. പിന്നെയാണ് അതിനകത്ത് കിടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ആധുനിക കാലത്തിലെ ചതിവിന്റെയും വഞ്ചനയുടെ കാര്യത്തിലെ അവളൊരു അതിബുദ്ധിമതി. അതിബുദ്ധിമാനാരാ? ഇപ്പൊ നോട്ട് നിരോധനം വന്നപ്പോ ധാരാളം അതിബുദ്ധിമാന്മാരുണ്ട്. അവരാരാ? ഒരു ദിവസം 2000 റുപ്യ വെച്ചേ കിട്ടുള്ളൂ. ആളുകളെ, ചില ആളുകൾ എന്ത് ചെയ്തു എന്നറിയോ? അവര് ബംഗാളികളായ ആളുകളെ, ടൈൽസ് പണിക്കും ഹോട്ടലിൽ ജോലിക്ക് നിന്ന ആളുകളെയൊക്കെ വിളിച്ചിട്ട് ഓരോരുത്തർ 500 റുപ്യ വെച്ച് കൊടുത്തു. അവരെയൊക്കെ കൊണ്ടുപോയി ബാങ്കിൽ ക്യൂ നിർത്തി. അവൻ 2000 മാറ്റിക്കൊണ്ടുവരും. പഴയ നോട്ട് 1000 കൊടുത്താൽ പുതിയതിന്റെ, പഴയ നോട്ട് 4000 കൊടുത്താൽ പുതിയത് 2000 കൊടുക്കും. അവൻ 500 റുപ്യ ബംഗാളിക്കും കൊടുക്കും. ഇവൻ ഒരൊറ്റ സമയം കൊണ്ട് കിട്ടുന്ന ലാഭം 1600 രൂപ. അങ്ങനെ ബംഗാളികളെ കൊണ്ടുവന്ന് കൂട്ടത്തോടെ ഇറക്കിയിട്ട് നോട്ട് നിരോധനം വന്നപ്പോ പോലും കാശുണ്ടാക്കി അതിബുദ്ധിമാന്മാര് നമ്മുടെ ഇടയിലുണ്ട്. ബംഗാളികളെ കൊണ്ടുവന്ന് മോഡി സർക്കാരിന്റെ ആ ഒരു നിരോധനം ചിലർക്ക് വലിയ അനുഗ്രഹമായി. ഒരാൾ എന്നോട് പറഞ്ഞു, സുഹൃത്ത് ഉസ്താദെ 3 ലക്ഷം രൂപയുടെ കടം വീടി. കാരണം എന്താ? ബംഗാളികളെ വെച്ച് പൈസ മാറ്റിയെടുത്തു. ഞാൻ ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം, അവനൊന്നും തോന്നാതിരിക്കട്ടെ. ഇപ്പൊ മോഡി സർക്കാർ ഒരു ആനുകൂല്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ ഗർഭിണികൾക്കും 6000 രൂപ വെച്ച്. ഇവരെങ്ങാനും ബംഗാളികളെ വാടകയ്ക്ക് ഇറക്കിയ 6000 രൂപ വെച്ച ഒരു ഗർഭിണിക്ക് ഇവരെങ്ങാനും ബംഗാളികളെ ഇതിനും കൂടെ കൊണ്ടുവന്ന മടിക്കൂല ആളുകള്. കാണും പണമല്ല പ്രശ്നം, വിശക്കുന്ന വയറിന്റെ വിളിയാണ് പ്രശ്നം എന്ന് പറഞ്ഞ മുദ്രാവാക്യത്തിൽ നിന്ന് വിശപ്പല്ല വിയറല്ല പ്രശ്നം, പണമാണ് പ്രശ്നം എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് നമ്മുടെ ലോകത്തിന്റെ സാമൂഹിക വ്യവസ്ഥിതികൾ മാറിയിട്ടുണ്ട്. പണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്. തൊഴിലാളികളുടെ പണമല്ല പ്രശ്നം, വിശക്കുന്ന വയറിന്റെ വിളിയാണ് പ്രശ്നം. ഇന്നതൊക്കെ മാറി വിശക്കുന്ന വയറല്ല, പണമാണ് പ്രശ്നമായി മാറുമ്പോ അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാരാ? അള്ളാഹു നമ്മളെ ഏറ്റവും വലിയ ബുദ്ധിമാന്മാരാക്കി തരട്ടെ. അള്ളാഹു നമ്മളെ ബുദ്ധിമാന്മാരാക്കട്ടെ. ആരാ ബുദ്ധിമാന്മാർ? അള്ളാഹു ഇന്നത്തെ സദസ്സിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അള്ളാഹു പറയാണ്, അവൻ ചിന്തിക്കുന്നവനാ. എന്താ ചിന്തിക്കുക അവൻ? അടുത്ത ആയത്ത്. ഈ ആയത്ത് പഠിക്കണേ. പഠിച്ചോ. എന്താ ആയത്തെ? അല്ലാഹു പറയാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? ആ ബുദ്ധിമാൻ ബിസിനസ് കൊണ്ട് പണമുണ്ടാക്കുന്നവനല്ല. അവന് കുറച്ച് നാരം കൊണ്ട് പണക്കാരനാവുന്നില്ല, കുറച്ചു കാലം കൊണ്ട് പണക്കാരനാവുന്നവനല്ല. അതൊക്കെ അല്ലാഹു ഓരോരുത്തർക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്, ഔദാര്യങ്ങളാണ്. അല്ലാഹു പറയാ, ഏറ്റവും വലിയ ബുദ്ധിമാനാരാ? അല്ലദീന യദ്കുറൂനല്ലാഹ്
അവരെപ്പോഴും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏത് സമയത്തും അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നവരാ. ഏതൊക്കെ സമയത്തെന്ന് പറഞ്ഞാൽ ഖിയാമം വഖുഊദൻ വഅലാ ജുനൂബിഹിം, അവരെ നിൽക്കുമ്പോഴും അവർ ഇരിക്കുമ്പോഴും അവരെ കിടക്കുമ്പോഴും. ഏത് സമയത്ത് പറഞ്ഞാൽ ഏത് സമയത്ത് നിൽക്കുകയാണോ, ഇരിക്കുകയാണോ, കിടക്കുകയാണോ, ഉണർവിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും അവരുടെ ഹൃദയം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയാ. ഏത് സമയത്തും അവരുടെ മനസ്സിന്റെ ചിന്ത അല്ലാഹ്, എന്റെ അല്ലാഹ്. ഏത് സമയത്തും അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുകയാ. എങ്ങനെയാ അവർ അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്നതെന്നറിയോ? ആകാശഭൂമികളെ കുറിച്ച് അവരെ ചിന്തിക്കുകയാ. അല്ലാഹുവേ, ആകാശത്തെ കുറിച്ച് ചിന്തിക്കേണ്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറഞ്ഞതെന്നറിയോ? ആകാശഭൂമികളിൽ എന്തൊക്കെയുണ്ടെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആകാശത്തേക്ക് നോക്കിയാൽ ഞാൻ അതിന്റെ ശാസ്ത്രീയ വശങ്ങളിലോട്ട് കടന്നു പോകുന്നില്ല. ഈ പ്രതിസാരമായ ആകാശത്തെ കുറിച്ച് ചിന്തിച്ചാൽ ഈ കാണുന്ന 20 കിലോമീറ്റർ മാത്രം വ്യാസമുള്ള ഈ ഒരു പന്തല് താങ്ങി നിർത്താൻ 4 തൂണുകൾ വേണം. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചെറുപ്പക്കാരാ? ഈ ഭൂമിക്ക് മുഴുവനും മേലാപ്പ് പോലെ വിരിച്ചിട്ടിരിക്കുന്ന ആകാശമുണ്ടല്ലോ, ആ ആകാശത്തെ താങ്ങി നിർത്താൻ എവിടെയാണ് ഒരു തൂണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? അല്ലാഹു ചോദിക്കുകയാ, അഫലം യൻദുറൂ ഇലാ സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. ഒരു തൂണ് പോലും ഇല്ലാതെ വിശാലമായ ആകാശത്തെ ഞാൻ നാട്ടി നിർത്തിയിട്ട് എവിടെയെങ്കിലും ഈ ആകാശത്തിൽ എവിടെയെങ്കിലും നിങ്ങളൊരു കീറൽ കാണുന്നുവോ? നമ്മുടെ വീടിന്റെ മുറ്റത്തൊരു നീല ടാർപ്പായ വിരിച്ചു കെട്ടിയാൽ മഴയൊന്ന് പെയ്ത് വെള്ളം തൂങ്ങിയാൽ എവിടെയൊക്കെയാ കീറിപ്പൊട്ടി പോവുക? ആകാശം എന്ന വിശാലമായ പരവതാനിക്കൊരു തൂണ് പോലും ഇല്ലാതെ അല്ലാഹുല്ലദീ റഫഅ സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ, നമുക്ക് കാണാൻ കഴിയാത്ത തൂണുകൾ കൊണ്ട് ആകാശത്തെ താങ്ങി നിർത്തി എന്റെ അല്ലാഹ്. ഇത്ര വലിയ ആകാശത്തിനൊരു തൂണ് പോലും കൊടുക്കാതിരുന്നിട്ട് അവിടെ ഒരു കീറൽ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ അല്ലാഹുവിനെ നമ്മൾ ചിന്തിക്കുമ്പോ രാപകലുടെ വ്യതിയാനങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോ രാത്രി ഒരു സമയമാകുമ്പോ തീരുന്നു, പകലതാ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുമ്പോ പൊന്നമ്പലി തിങ്കൾ കല പടിഞ്ഞാറൻ ചക്രവാളത്തിൽ മുഖമൊളിപ്പിക്കുന്നു. ആ പകല് വിട പറയുന്ന സമയത്ത് തന്നെ രാത്രി കടന്നു വരുന്നു. രാത്രി രാവിലെ പ്രഭാതം വരുമ്പോ രാത്രി വിട പറയുന്നു. കവിയുടെ വാക്ക് കടമെടുത്തു പറഞ്ഞാൽ എത്ര സുന്ദരമാണ് ഈ കാഴ്ച. പ്രത്യേക സമയത്ത് രാത്രി വരുന്നു, രാത്രി പോകുമ്പോ പകല് വരുന്നു. കവി പറഞ്ഞതുപോലെ നിശയതു വന്നു വിളിച്ചു സന്ധ്യ, വിട പറയാനായി നിൽപ്പുണ്ട്. ഇളകുന്നതിലീ തരുലതയെല്ലാം കരപരിലാളനമതിലാര്. ഈ കൃത്യമായി രാത്രിയെ കൊണ്ടുവരുന്നതാരാ? കൃത്യമായി പകലിനെ സംവിധാനിക്കുന്നതാരാ? അത് മറ്റാരുമല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവാണ് ഇതൊക്കെ ചെയ്തു തരുന്നതെങ്കിൽ നിന്റെ രാപ്പകലുകളിൽ നിന്റെ ഊണിലും ഉറക്കത്തിലും നിന്റെ കിടപ്പിലും നിന്റെ ചേട്ടയിലും നിന്റെ നിശ്ചേട്ടയിലും ഓരോ സമയത്തും നീ ചിന്തിക്കണം അല്ലാഹുവേ. ആകാശഭൂമികളെ കുറിച്ച് സൃഷ്ടിക്കുമ്പോ അതിനെ കുറിച്ച് ചിന്തിക്കുമ്പോ അവരറിയാതെ പറഞ്ഞു പോകും അല്ലാഹ് റബ്ബനാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ഞാൻ എന്റെ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗത്തോട്ട് പറയട്ടെ.
ഞാൻ പറയുന്നത് ഒരു അസ്ട്രോണമി ഞാൻ പറയുന്നില്ല, ഒരു ജോഗ്രഫി ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ ചിന്താ മണ്ഡലങ്ങളെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ കിട്ടാത്ത അപ്രാപ്യമായ അനന്യ സാധാരണമായ അഭൗതികമായ ഒരു ലോകത്തിന്റെ സർവ്വവിജ്ഞാനങ്ങളിലേക്ക് നിങ്ങളെ ഞാൻ മാടി വിളിക്കുന്നില്ല. സഹോദരിമാര് ചിന്തിക്കും വാക്ക് വിസ്താര സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? പെങ്ങളെ ഖബറും കഫൻ തുണിയും മാത്രമല്ല, അല്ലാഹുവിന്റെ ഖുർആൻ പഠിക്കാൻ സമയമായില്ല മോളെ. അല്ലാഹു പറയാ, നീ സയൻസ് പഠിക്കണ്ട, നീ ഡിഗ്രി പാസ്സാവണ്ട, നീ നിന്റെ മുറ്റത്തിരുന്നിട്ട് ആകാശത്തോട്ട് നോക്ക്, അല്ലാഹു നിനക്ക് പ്രതിഫലം തരും മോളെ. ആകാശത്തെയും ഭൂമിയെ കുറിച്ച് ചിന്തിക്കുമ്പോ അറിയാതെ നമ്മളെല്ലാം പറഞ്ഞു പോകും അല്ലാഹുവേ, ബുദ്ധിമാന്മാര് പറഞ്ഞു പോകും അല്ലാഹുവേ. റബ്ബനാ മാ ഖലഖത ഹദാ ബാതിലാ. അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല റബ്ബേ. സൂര്യനെ നീ കിഴക്കുദിപ്പിച്ചത് വെറുതെയല്ല, പടിഞ്ഞാറ് അസ്തമിപ്പിച്ചത് വെറുതെയല്ല, ഭൂമിയെ നീ പരത്തി തന്നത് വെറുതെയല്ല, ഈ ആകാശത്തെ മേലാപ്പാക്കിയത് വെറുതെയല്ല, മേഘപാളികയിൽ നിന്ന് മഴത്തുള്ളികൾ വർഷിപ്പിച്ചത് വെറുതെയല്ല. നീ എല്ലാത്തിനും കഴിവുള്ളവനാണ് റബ്ബേ. ആകാശത്തിന്റെ ശൂന്യതയിൽ നിന്ന് മഴ വർഷിപ്പിക്കാൻ കഴിവുള്ള നിനക്ക് ഇവിടെ നോക്കി സഹോദരങ്ങളെ, ഇവിടെ എന്നെ നോക്ക്. അവിടെ കസേര വരുവോ വരാതിരിക്കൊന്നും വിഷയമല്ല, ഇങ്ങോട്ട് നോക്ക്, എന്നെ നോക്ക്. ഖബറും കഫനും പറയാൻ എളുപ്പമുണ്ട്, ഒരു വിഷയത്തിന്റെ ആന്തരികത പറഞ്ഞ് ഉള്ളിലോട്ട് ഇറപ്പിക്കാൻ പ്രശ്നമാണ്. അള്ളാഹ് എന്തിനാണ് ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞത്? ഐസക് ന്യൂട്ടൻ ചിന്തിച്ച ചിന്തയല്ല. ആകാശത്തെയും ഭൂമിയെ കുറിച്ച് ചിന്തിക്കണം. അതിന് ഉസ്താദെ ഞാൻ 10ാം ക്ലാസ് പാസ്സായിട്ടില്ലെന്ന് പറഞ്ഞ അതിനെന്തിനാണോ 10ാം ക്ലാസ് പാസ്സാവണത്? അതിനെന്തിനാ SSLC പാസ്സാകുന്നത്? അള്ളാഹു ചോദിക്കുകയെ ആകാശത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറില്ലേ? ആകാശത്തെ കുറിച്ച് നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക? നിങ്ങൾ എന്താ ആകാശത്തെ കുറിച്ച് ചിന്തിക്കുക? നിങ്ങൾ ആകാശത്തെ നോക്കാറുണ്ട്? അള്ളാഹ് നോക്കണമെന്ന് പറഞ്ഞ സാധനല്ലേ? ലോകത്തേത് സാധനവും ഒരു പ്രാവശ്യം കണ്ടു, 2 പ്രാവശ്യം കണ്ടു, 3 പ്രാവശ്യം കണ്ടു, വിരസതയുണ്ടാവും, പിന്നെ കാണാൻ തോന്നൂല്ല. ഭാര്യയുടെ മുഖമാണെങ്കിലും ശരി, 1 വർഷം കണ്ടാൽ 2ാമത് മാറ്റിയെടുക്കണമെന്ന് തോന്നും. പുതിയ 2000 രൂപയും പുതിയ കെട്ടിയ പെണ്ണും ഒരുപോലെയാണ്. കിട്ടുമ്പോ എന്താ ഒരു തുള്ളിച്ചാട്ടം, പിന്നെ ഇത് മാറ്റിയെടുക്കാൻ പറ്റൂല എന്ന് പറയുന്നു. അമ്മാതിരി പുതിയ 2000 രൂപയുടെ നോട്ടും കെട്ടിയ പെണ്ണും ഒരുപോലെയാണ്. ഇതിനെ പിന്നെ മാറ്റിയെടുക്കാൻ പറ്റുമോ? അതിന്റെ ആ കളറും ആ പർപ്പിള് കളറും ഒക്കെ കാണുമ്പോ എന്താ തുള്ളിച്ചാട്ടം. ആദ്യം കിട്ടിയത് എനിക്കാണ് അത്ര മൊഞ്ചത്തി, പിന്നെ ഇത് കരിയുമ്പോഴാണ് പടച്ചോനെ ഇതിപ്പോ പോക്കറ്റ് വറക്കത്തിലുണ്ട്, വെക്കാനല്ലേ പറ്റും, മാറ്റിയെടുക്കാൻ പറ്റൂലല്ലോ. അതിന് ചിലതിന് ഭാര്യമാരുമായിട്ട് സാമ്യമുണ്ട്. ഹെൽമറ്റും ഭാര്യ ഒരേപോലെയാണ്. എടുത്ത് തലയെ വെച്ച ആപത്തില്ലാതെ നടക്കാം, തറയെ വെച്ച. ആകാശത്തെ കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞപ്പോ ഐസക് ന്യൂട്ടൻ ചിന്തിച്ചതുപോലെ അല്ല മുസ്ലിമേ. ഞാൻ പറയുന്നത് ഖുർആന്റെ പ്രചാരകനാണ് ഞാൻ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ആ ഒരു വിശേഷമാണ് ഇഷ്ടം. ഉജ്ജ്വല പ്രഭാഷകൻ, വാഗ്മി, പ്രഭാഷണ കലയിലെ ഹിംസ്രജന്തു, അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. ഞാനൊരു എളിയ ഖുർആൻ പ്രഭാഷകനാണ്. ഖുർആൻ പറഞ്ഞാൽ കല്ലെറിയൽ സ്വാഭാവികമാണ്. അതുകൊണ്ട് എന്നെ ഒരു ഖുർആൻ പ്രഭാഷകനായി നിങ്ങൾ പരിചയപ്പെടുത്തിയാൽ മതി. ഈ മലയാള ഭാഷയുടെ പൈസ പറഞ്ഞതുപോലെ ചായവും ചമൽക്കാരവും അക്ഷരത്തെളിവുകളിൽ അമ്മാനമാടുന്ന പ്രഭാഷകൻ വേണ്ട എനിക്ക് ആ ഡിഗ്രി. അദ്ദേഹം പറഞ്ഞതിനെ നിരാകരിക്കില്ല, സന്തോഷം, അതൊരു മനസ്സുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ഖുർആന്റെ പ്രചാരകരെ സംബന്ധിച്ചോളം വെല്ലുവിളി സ്വാഭാവികമാണ്. ഖുർആൻ പ്രചാരം നടത്തിയവരോട്, ഇരുട്ടിനെ ആഗ്രഹിക്കുന്നവർ പറഞ്ഞത്, ഖുർആൻ പറയുന്നവരുടെ മുമ്പിൽ നിങ്ങൾ ഊളിയിട്ടുകൊള്ളൂ, ഓരിയിട്ടുകൊള്ളൂ കുറുക്കന്മാരെ പോലെ, ലഅല്ലക്കും തഗ്രിബൂൻ, നിങ്ങൾ വിജയിച്ചാലോ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഓരിയിടൽ ഖുർആൻ പറയുമ്പോൾ സ്വാഭാവികമാണ്. കുറുക്കന്റെ ഓരിയിടൽ കേട്ടിട്ട് ചെന്നായ തിരിച്ചു പോവാറില്ല എന്നത് ചരിത്രമാണ്. രണ്ടും ഒരേ ജനിസായതുകൊണ്ട്. അതുകൊണ്ട് ഞാനൊരു ഖുർആന്റെ പ്രചാരകനാണ്. ആകാശത്തേക്ക് അല്ലാഹു നോക്കാൻ പറഞ്ഞത് ആകാശത്തിലെ മഴത്തുള്ളിയെ നിങ്ങൾ നോക്കാനാണ്. ആകാശത്തു നിന്നാണ് മഴ വരുന്നത്. ഈ മഴ അല്ലാഹു എന്തിനാ തന്നത്? എടാ മോനെ, നിന്റെ മഹ്ശറെ ഓർമ്മിപ്പിക്കാനാണ്. ചിന്തിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറ.
അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാലേ നമുക്ക് നമ്മുടെ ആഖിറത്ത് രക്ഷപ്പെടുകയുള്ളൂ. അള്ളാഹു പറയാ, നിങ്ങൾ അള്ളാഹുവിന്റെ ആകാശത്തെയും ഭൂമിയെയും ചിന്തിച്ചിട്ട് പറയണം, അള്ളാഹുവേ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അള്ളാഹുവേ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹുവേ ആകാശം മുട്ട കത്തിക്കാളുന്ന നരകത്തിന്റെ തീയിൽ നിന്ന് ഞങ്ങളുടെ ശരീരത്തെ കാക്കണേ എന്ന് ആകാശ ഭൂമികളെ കുറിച്ച് ചിന്തിച്ചിട്ടൊരു മുസ്ലിം ദുആ ചെയ്യലവന്റെ ബാധ്യതയാ. എന്നെ കേൾക്കാനേറ്റ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഖുർആൻ ഇത് പറയാനുള്ള കാരണം ഏതെന്നറിയോ? ആകാശത്തിന്റെ ഒരു ദിട്ടാണ് ഞാൻ പറഞ്ഞു തരട്ടെയോ? ചിന്തിക്കുന്നവർക്ക് ദിട്ടാണമുണ്ട്. അല്ലാഹു പറയാ, അല്ലാഹുല്ലദീ നസല മിനസ് സമാഇ മാ. ഇപ്പൊ തന്നെ ഞാൻ പറയട്ടെ, കൊടും വേനലിലേക്ക് നമ്മുടെ നാട് നടന്നുപോയി. വേനല് കാരണത്താൽ നമ്മുടെ ഈ സസ്യങ്ങൾ മുഴുവൻ നനഞ്ഞു ഈ കരിഞ്ഞുണങ്ങി നിൽക്കുകയാ. അല്ലാഹു പറയുന്നു, മെയ്യാകുമ്പോ, ജൂൺ മാസമാകുമ്പോ, വർഷക്കാലമാകുമ്പോ ആകാശ ലോകത്ത് അല്ലാഹുവിന്റെ അനുഗ്രഹമായ മഴത്തുള്ളി ഇങ്ങനെ താഴോട്ട് പെയ്യുമ്പോ അതേവരെ കരിഞ്ഞുണങ്ങി കിടന്ന ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി എന്ന് നമ്മളെ കരുതി പോകുന്ന കരിഞ്ഞുണങ്ങിയ സസ്യങ്ങളുടെ മുകളിലേക്ക് അല്ലാഹുവിന്റെ ആകാശത്ത് നിന്ന് മഴ വരുമ്പോ അല്ലാഹു പറയാ, ഫാഹിയൈനാ ബിഹി ബൽദത്തൻ മൈതാ. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആകാശത്തു നിന്ന് വരുന്ന മഴത്തുള്ളികൾ കൊണ്ട് ഞാൻ ജീവൻ കൊടുക്കുന്നു. ബൽദത്തൻ മൈതാ, മരിച്ച് ചത്ത് കിടക്കുന്ന ഒരു ഭൂമിക്ക് ഞാൻ ജീവൻ കൊടുക്കാറില്ലേ? അല്ലാഹു ചോദിക്കുകയാണ്, മുസ്ലിമേ, കരിഞ്ഞുണങ്ങി കിടക്കുന്ന ഈ ഭൂമിയിലേക്ക് വെറും വെള്ളത്തുള്ളി കൊണ്ടുവന്ന് പതിപ്പിച്ചപ്പോ ആ കരിഞ്ഞുണങ്ങിയ സസ്യങ്ങൾക്ക് വീണ്ടും ജീവൻ കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ ശരീരത്തിൽ നിന്ന് റൂഹ് വിട പറഞ്ഞു പോയി. പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി കബറിന്റെ ഉള്ളിൽ അടക്കിയിട്ട് മണ്ണ് മാറിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. അവസാനം 3ാമത്തെ ദിവസം മുതൽ 4 മാസം വരെ നിന്റെ മാംസവും നിന്റെ അസ്ഥികളും പള്ളിക്കാട്ടിലെ കബറിലേക്ക് ഞെരിഞ്ഞു ചേർന്ന് ഒന്നുമല്ലാതെ മണ്ണിലേക്ക് നുരുമ്പിപ്പോയ നിന്നെ നാളെ പരലോകത്തെഴുന്നേറ്റ് നിർത്തുമ്പോ ഈ ചത്ത് കിടക്കുന്ന ഭൂമിയിലെ സസ്യങ്ങൾ മുളപ്പിക്കുന്നത് പോലെ കബറിന്റെ ഉള്ളിൽ അടിഞ്ഞു പോയ നിന്നെ നാളെ എന്റെ മുമ്പ് ഖഹാറായ റബ്ബിന്റെ മുമ്പ്, ജബ്ബാറായ റബ്ബിന്റെ മുമ്പ്, അദൂരായ റബ്ബിന്റെ മുമ്പ്, നീതിമാനായ റബ്ബിന്റെ മുമ്പ്, ആർക്കും വഴങ്ങാത്ത ഏകാധിപതിയുടെ മുമ്പ്, ആരും മടിച്ചമട്ടാത്ത സ്വച്ഛാധിപതിയുടെ മുമ്പ് നിന്നെ ഇതേപോലെ വളർത്തിയെടുക്കാൻ നാളെ നീ മണ്ണോട് മണ്ണ് കബറിലോട്ട് ചേർന്ന് പോയതിനു ശേഷം പരലോകത്ത് ഇതേപോലെ നിന്നെ ജനിപ്പിച്ചെടുക്കാൻ എനിക്ക് കഴിയുമെടാ മാനവാ, എടാ തമ്മാടി, എനിക്കതിനെ കഴിയുമെടാ. അത് നീ മനസ്സിലാക്കാനാണ് ആകാശത്തെ നോക്കാൻ പറഞ്ഞത്. ആകാശത്തിന്റെ മഴത്തുള്ളികൾ കൊണ്ട് ചത്ത് കിടക്കുന്ന ഭൂമിക്ക് പുനർജന്മം കൊടുത്തതുപോലെ മണ്ണിലേക്ക് ചേർന്നുള്ള നിന്നെ പരലോകത്ത് ഈ കാണുന്ന രൂപത്തിലും ഭാവത്തിലും കോലത്തിലും നിന്റെ ജീവിതത്തിന്റെ കൃതാനർത്ഥങ്ങളെ വിചാരണ ചെയ്യാൻ എനിക്ക് നിന്നെ പുനർജീവിപ്പിക്കാൻ കഴിവുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാരാരാ, ആകാശത്ത് വർഷകാലത്ത് മഴ പെയ്യുമ്പോ ആ മഴത്തുള്ളികളിൽ നിന്ന് വീടിന്റെ മുറ്റത്ത് സസ്യം മുളച്ചു വരുമ്പോ ബുദ്ധിമാനായ നീ, ബുദ്ധിമതിയായ നീ, നിന്റെ വീടിന്റെ പുറകുഭാഗത്തും മഴ കഴിഞ്ഞിട്ട് സസ്യം മുളക്കുമ്പോ ആ സസ്യത്തെ നോക്കിയിട്ട് നീ കരയണം മുസ്ലിമേ. ആ സസ്യത്തെ നോക്കി കരയണം മുസ്ലിമേ. ചെടിച്ചട്ടിയിൽ കൊണ്ടുപോയി നമ്മൾ നട്ടിട്ട് വരൾച്ച കാലത്ത് വെള്ളമെടുക്കാതെ വരണ്ടുണങ്ങി നിൽക്കുന്ന ആ ചെടിയിലേക്ക് മഴക്കാലത്ത് വെള്ളം വന്നിട്ട് ആ ചെടിയിൽ പുഷ്പം വിടരുമ്പോ അതിനെ നോക്കി നിന്നിട്ട് നിനക്ക് പൊട്ടിക്കരയാൻ പറ്റുമോ? നീയാണ് യഥാർത്ഥ മുത്തഖിയായ മുഅ്മിന്. അല്ലാഹുവേ, അല്ലാഹുവേ, എന്റെ വീടിന്റെ മുറ്റത്തെ ചെടിച്ചട്ടിയിൽ ചത്തു കിടന്നിരുന്ന ഈ സസ്യത്തെ ഒരു മഴത്തുള്ളി കൊണ്ട് നീ പുനരുജ്ജീവിപ്പിച്ചല്ലോ അല്ലാ.